97-ൽ പാരമൗണ്ട് പിക്ചേഴ്സ് പുറത്തിറക്കിയ റോഡ് ട്രാവൽ ക്രൈം ത്രില്ലർ ജോണറിൽ പെടുന്ന ഒരു ഹോളിവുഡ് ചിത്രമായിരുന്നു ബ്രേക്ക് ഡൗൺ. ഈ ഹോളിവുഡ് സിനിമയെ ആസ്പദമാക്കി മകൾ തിരുമേനി സംവിധാനം ചെയ്ത് അജിത് കുമാർ, തൃഷ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന തമിഴ് സിനിമയാണ് വിടാമുയർച്ചി. പൊതുവെ ഹോളിവുഡ് സിനിമകളുടെ റീമേക്ക് ചെയ്യുമ്പോൾ പാലിൽ വെള്ളം ചേർക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് ഒറിജിനൽ സ്ക്രീൻ പ്ലേയിൽ കുറച്ച് ഡ്രമാറ്റിക് അല്ലെങ്കിൽ എക്സ്ട്രാ കണ്ടൻസ് ആഡ് ചെയ്ത് വലിച്ചു നീട്ടുന്നൊരു പരിപാടി. ആ പരിപാടി വിടാമുയർച്ചിയിൽ പ്രകടമായി കാണാൻ പറ്റുന്നുണ്ട്. സിനിമയുടെ ആദ്യത്തെ 30 മിനിറ്റ് അജിത്തും തൃഷയും തമ്മിലുള്ള റൊമാൻസ് ആംഗിളും പിന്നെ അവരുടെ മാരീഡ് ലൈഫ് കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അതിനുശേഷം ബ്രേക്ക് ഡൗണിലേതുപോലെ ഒരു പക്ക റോഡ് ത്രില്ലർ മൂവിയിലേക്ക് സിനിമയുടെ ഫോർമാറ്റ് മാറുകയാണ്. അസർബൈജാനിലാണ് സിനിമയുടെ കഥ പശ്ചാത്തലം സെറ്റ് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ പോസിറ്റീവ് സൈഡ് എന്നത് അതിൻ്റെ സിനിമാറ്റോഗ്രഫിയിലും സ്കോറിങ്ങിലുമാണ്. ഡെസേർട്ടഡ് ആയിട്ടുള്ള ഹൈവേ റോഡ്സും അതുപോലെയുള്ള ചെറിയ ടൗൺഷിപ്പുമാണ് സിനിമ ഡിമാൻഡ് ചെയ്യുന്ന പശ്ചാത്തലം. സോ ഷോർട്സിനെല്ലാം ഒരു ഹോളിവുഡ് ടച്ച് തോന്നിക്കുന്നുണ്ടായിരുന്നു. അനിരുദ്ധ് മ്യൂസിക്കൽ എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു തന്നത്. സ്കോറിംഗ് സൈഡാണ് പാട്ടിനേക്കാൾ മികച്ചു നിന്നത്. എനിക്ക് പേഴ്സണലി വിടാമുയർച്ചി തീം സോങ് ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആരവ്, അർജുൻ പിന്നെ റെജീന കസാൻഡ്ര എന്നിവർ മറ്റ് പ്രധാന വേഷങ്ങളിൽ വരുന്നുണ്ട്. ഇതിൽ സ്റ്റാൻഡ് ഔട്ടായി പെർഫോം ചെയ്യാൻ സ്പേസ് കിട്ടിയ ക്യാരക്ടർ റെജീന കസാൻഡ്രയുടേതായിരുന്നു. അർജുൻ സ്ഥിരം മാസ് ആൻഡ് സ്റ്റൈലിഷ് വില്ലൻ റോളിലാണ് പുള്ളിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളൊരു അജിത് ഫാൻ ആണെങ്കിൽ ഈ സിനിമ നിങ്ങളെ ഡിസപ്പോയിൻറ്റ് ചെയ്തേക്കാം. കാരണം ഇതൊരു പക്ക മാസ് മൂവി എൻ്റർടൈനർ ഒന്നുമല്ല. അജിത്ത് അവതരിപ്പിക്കുന്ന അർജുൻ എന്ന ക്യാരക്ടർ ഒരു സിമ്പിൾ ആൻഡ് ഓർഡിനറി പേഴ്സൺ ആണ്. സോ ആ രീതിയിൽ തന്നെയാണ് പുള്ളിയുടെ ക്യാരക്ടർ ഇൻട്രോയും ആൻഡ് പ്രസൻറ്റേഷനും സിനിമയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ബ്രേക്ക് ഡൗൺ എന്ന സിനിമ കണ്ടതിന് ശേഷം ഈ സിനിമ കണ്ടപ്പോഴാണ് ഹോളിവുഡ് സിനിമകളുടെ സ്ക്രീൻ പ്ലേ ക്വാളിറ്റി എത്ര ബെറ്റർ ആണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. 1.5 മണിക്കൂർ ഡ്യൂറേഷനാണ് ബ്രേക്ക് ഡൗണിൻ്റേത്. ആൻഡ് ആ മിനിമൽ ടൈമിനുള്ളിൽ ക്യാരക്ടേഴ്സിൻ്റെ ഡെപ്ത് മനസ്സിലാക്കി തരാനും കഥാപശ്ചാത്തലത്തിലേക്ക് എത്താനും ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. ബട്ട് അതേസമയം വിടാമുയർച്ചിയിൽ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെൻറ്റിനായി സിനിമ ഭയങ്കരമായി വലിച്ചു നീട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ വലിച്ചു നീട്ടൽ നിങ്ങൾക്കൊരു കല്ലുകടിയായി തോന്നിയേക്കാം. സോ ഓവറോൾ വിടാമുയർച്ചി ഒരു ഡീസൻറ്റ് ഹോളിവുഡ് റീമേക്കാണ്. ഇതൊരു നോൺ ഫെസ്റ്റീവ് മൂവി ആയതുകൊണ്ട് ഫാൻസിന് ഈ സിനിമ ഡിസപ്പോയിൻറ്റിംഗ് ആയി തോന്നിയേക്കാം. സോ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ മൂവീസ് ആൻഡ് ഗെയിമിംഗ് കണ്ടന്റ്സിനായി വാട്സ്ആപ്പ് വീക്കെൻഡ് എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഗുഡ് ബൈ.